ഇങ്ങനെ പിന്നെങ്ങനെ ജനുവരി 20 വരെ നമ്മൾ ലോകം എങ്ങനെയും കഴിഞ്ഞു പോകണം. കാരണം ജനുവരി 20-നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഇനി രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം. നമസ്കാരം, ഇങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ സ്വാഗതം. ഈ ഒരു ദിവസം വരെ നമ്മുടെ ലോകം ഭയങ്കര അൺസർട്ടനിറ്റിയോട് കടന്നു പോവാണ്. കാരണം ട്രംപിന്റെ ഫസ്റ്റ് ടേമിന്റെ ഏറ്റവും വലിയ ലെഗസി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു യുദ്ധം നടന്നിട്ടില്ല. എത്രയോ 10-40 കൊല്ലത്തിലോ ഒരു യുദ്ധവും സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. അദ്ദേഹത്തിന്റെ സമയത്താണ് മിഡിൽ ഈസ്റ്റിൽ പീസ് വന്നത്. റഷ്യ ബുഷ് ഭരിക്കുമ്പോൾ ജോർജിയ അറ്റാക്ക് ചെയ്തു. റഷ്യ ഒബാമ ഭരിക്കുന്ന സമയത്ത് ക്രൈമിയ ഓക്യുപ്പൈ ചെയ്തു. ട്രംപിന്റെ സമയത്ത് റഷ്യ മിണ്ടാണ്ടിരുന്നു. ബൈഡന്റെ സമയത്ത് റഷ്യ വീണ്ടും ഉക്രൈൻ അറ്റാക്ക് ചെയ്തു. അപ്പൊ ട്രംപിന്റെ സമയത്ത് പീസ് മാത്രമായിരുന്നു ലോകത്തില്. ഇപ്പോഴാണെങ്കിൽ എല്ലായിടത്തും വാറാണ്. ഉക്രൈൻ റഷ്യ ആദ്യം, പിന്നെ ഇസ്രായേൽ പാലസ്റ്റൈൻ, ഇപ്പൊ സിറിയയിൽ പ്രോബ്ലം. ട്രംപ് വന്നാൽ ഇതൊന്നും നടക്കില്ല. കാരണം ഈ വാർ നടക്കുന്നത് മെയിൻലി മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് പൈസ ഉണ്ടാക്കാനാണ്. അമേരിക്കയിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഭയങ്കര സ്ട്രോങ് ആണ്. അവർ വലിയ ലോബിയാണ്. അവർ ലോബി ചെയ്തിട്ടാണ് ഈ അമേരിക്കൻ പ്രസിഡൻസി എല്ലാ യുദ്ധത്തിലും പോയി ഇടപെടുന്നത്. എന്നാൽ ട്രംപിന് ആർക്കും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ട്രംപ് വന്നാൽ അത് അവസാനിപ്പിക്കും. അപ്പോ എല്ലാവരും ട്രംപ് വരുന്നതിന് മുമ്പ് പരമാവധി ചെയ്ത് എല്ലാം അവസാനിപ്പിക്കാൻ നോക്കും. ഇപ്പോൾ റഷ്യ ഉക്രൈൻ, ബൈഡൻ അവസാന മിനിറ്റിൽ പോയിട്ട് ആ മിസൈൽസ് റഷ്യയിലേക്ക് അയക്കാനുള്ള പെർമിഷൻ കൊടുത്തു. ഇനി എന്റെ വിശ്വാസത്തിൽ, ഞാൻ ചിലപ്പോൾ പറയുന്നത് തെറ്റായിരിക്കും എങ്കിലും എനിക്ക് തോന്നുന്നത് അടുത്ത 45 ദിവസത്തിനുള്ളിൽ റഷ്യ ന്യൂക്ലിയർ ഹെഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല. പക്ഷെ റഷ്യ ഉക്രൈനെ പപ്പടാക്കും. റഷ്യക്ക് ഉക്രൈൻ ശരിക്കും പറഞ്ഞൊരു അറിയില്ല. അവർ നമ്മൾ തുടക്കത്തിൽ കേട്ടമാതിരി 3 ദിവസത്തെ യുദ്ധം മാത്രമേ ഉള്ളത്. അവരൊന്നും ചെയ്യാണ്ട് മിണ്ടാണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത്. റഷ്യ അവസാനത്തെ 45 ഡേയ്സിൽ പോയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഉക്രൈനെ അറ്റാക്ക് ചെയ്യും. ചിലപ്പോൾ സെലൻസ്കിനെ കൊന്നു തന്നെ വരും, പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ട്രംപ് വരാനായിട്ട് മുമ്പ് അത് ചെയ്യണം. ട്രംപ് വന്നാൽ അവർ പീസ് പറയും. അപ്പൊ അതൊരു സ്ട്രോങ്ങർ പൊസിഷനിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ലാൻഡ് ചെയ്യാൻ കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് റഷ്യക്ക്. അപ്പോൾ റഷ്യയും പറയും ഇനി ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയും. അപ്പൊ ട്രംപ് വന്നാൽ അവർ എല്ലാത്തിനും എഗ്രി ചെയ്യും. അപ്പോൾ ഫൈനലായിട്ട് അവിടെ ഒരു എസ്കലേഷൻ ഉണ്ടാവാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബൈഡന്റെ ലാസ്റ്റ് മിനിറ്റിൽ ഈ മിസൈൽ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തോണ്ട് ഇനി അതൊരു ബ്ലാങ്കറ്റ് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് പുടിന് എന്ത് വേണമെങ്കിൽ ചെയ്യാനായിട്ട്. പുടിൻ ഒരു ന്യൂക്ലിയർ വാറായിട്ട് കൊണ്ടിടുകയാണെങ്കിൽ ഇന്ത്യ തൊട്ട് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ റഷ്യക്ക് എതിരാവും. അപ്പൊ പുടിൻ ന്യൂക്ലിയർ വാറായിട്ട് ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു സിറ്റി പോയിട്ട് തകർത്ത് തരിപ്പണാക്കിയാൽ ആരൊന്നും മിണ്ടില്ല. കാരണം നമ്മളൊക്കെ ഒരു എക്സ്ക്യൂസ് നോക്കി നിൽക്കുകയാണ് ഇതിൽ ഇടപെടാണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ന്യൂക്ലിയർ ഹെഡ് മാത്രമാണ് ഒരു നോ ഗോ സോൺ പുടിനുള്ളൂ. അപ്പൊ പുടിൻ എന്റെ അഭിപ്രായത്തിൽ ഈ ജനുവരി 20 മുമ്പ് ഉക്രൈന്റെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അടിച്ച് പപ്പടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ നോക്കുക. ഓൾറെഡി പീസ് പറഞ്ഞിട്ടുണ്ട് ഹെസ്ബോളയായിട്ട്. ഹമാസായിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിന്റെ ഒക്കെ പിന്നിൽ ഇറാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഇറാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ ഇറാന്റെ സ്ട്രെങ്ത് കുറഞ്ഞാൽ മാത്രമാണ് ഇസ്രായേലിന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ വീണ്ടും ഫണ്ട് ചെയ്യും ഈ ബാക്കിയുള്ള ഈ പ്രോക്സി വാസിന്. ഇപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെറ്റന്യാഹുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം വാറിന് എഗൻസ്റ്റ് ആണ്. എന്നാൽ ഇപ്പോ എന്ത് ഇസ്രയേൽ ചെയ്താലും ട്രംപ് അതിനൊരു ആക്ഷൻ എടുക്കില്ല. ബൈഡന്റെ ഗവൺമെന്റ് തിരിച്ചു വരണമെങ്കിൽ അവർക്ക് തിരിച്ച് ആക്ഷൻ എടുക്കായിരുന്നു. ഇപ്പോ ഇസ്രയേലിനുള്ള ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ് റൈറ്റ് നൗ. ഗോ ഡു വാട്ട് എവർ യു വാണ്ട്, അമേരിക്കൻ ഗവൺമെന്റ് വിൽ നോട്ട് ഡു എനിത്തിങ് ടു യു എന്നുള്ളതാണ്. അപ്പൊ ഈ ജനുവരി 20 മുമ്പ് എന്ത് ചെയ്താലും അതിനുള്ള റിപ്പർക്കഷൻ ഇസ്രയേലിന് വരാൻ പോകുന്നില്ല. ഈ ഒരു വിൻഡോ ഇനി ഇസ്രയേലിന് അടുത്ത കാലത്ത് നിന്ന് കിട്ടാനും പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിയല്ല ഞാൻ പറയുന്നത്? അപ്പൊ ഞാൻ നോക്കിയിട്ട് അടുത്ത 45 ഡേയ്സിനുള്ളിൽ ഇസ്രയേൽ അവരുടെ കഴിവിന്റെ പരമാവധി നോക്കും ഇറാനെ പപ്പടാക്കാനായിട്ട്. ക്യാൻ ബി ഇറാന്റെ ഒരുപാട് മിലിറ്ററി ഇൻസ്റ്റലേഷൻസോ എന്താ തകർക്കുന്ന അറിയില്ല. കാരണം ഇസ്രയേലിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇറാനെ തകർക്കാനാണെങ്കിൽ പോലും ഇറാനിയൻ പീപ്പിൾ അല്ല, ഇറാന്റെ റെജീമാരെ തന്നെ ഇസ്രയേലിന് ഭാഗ്യായി. അപ്പോ കംപ്ലീറ്റ് ആയിട്ട് തകർക്കണമെങ്കിൽ തകർക്കല് ആൾക്കാരെ തകർക്കാണ്ട് വേണം. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റ് റോപ്പ് വാക്കാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ആവശ്യം ഇസ്രയേൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വരണം എന്നുള്ളതാണ്. ഈ മുല്ലകൾ അവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു. ഈ ഇസ്ലാമിസ്റ്റ് ആണ് എല്ലാ ട്രബിളും. ഇറാനിലെ ഇസ്ലാമിസ്റ്റ് മാറി കഴിഞ്ഞിട്ട് ഒരു നോർമൽ പഴയ മാരത്തെ ഒരു വെസ്റ്റേൺ തിങ്കിങ് ഗവൺമെന്റ് വരികയാണെങ്കിൽ ഇസ്രയേലിന് സപ്പോർട്ടാവും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് 45 ഡേയ്സിൽ ഇറാനിൽ ഒരു റെജീം ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഇസ്രയേൽ ചെയ്യും. ഇനി ഇപ്പൊ സിറിയയിലെ ലേറ്റസ്റ്റ് ഇഷ്യൂ. സിറിയയിൽ 85% സുന്നീസും 15% ഷിയയുമാണ്. ഈ ഷിയയാണ് അവിടുത്തെ ഡോക്ടർ ബഷാർ പ്രസിഡന്റ് ആയിരിക്കുന്ന പുള്ളി ഷിയയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഈ യുദ്ധത്തിന്.
അത് മാത്രമല്ല, റഷ്യക്ക് സിറിയയിലെ ആ പോർട്ടിലേക്ക് ആക്സസ് വേണം. അപ്പൊ റഷ്യക്ക് സിറിയനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സുന്നീസ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലമാണ്. കാരണം അവര് ഐസിസും അൽ ഖൈദയൊക്കെയാണ്. അപ്പൊ റഷ്യക്കും ബഷാറിനെ സപ്പോർട്ട് ചെയ്യണം, ഷിയ ആയിട്ടുള്ള ഇറാനും സപ്പോർട്ട് ചെയ്യണം. എന്നാലും ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയൂ, അവിടെ ഈ അൽ ഖൈദയും ഐസിസും സ്ട്രോങ് ആയ അത് ഇസ്രയേലിനും മോശമാണ്. ഇസ്രയേലിന്റെയും ആവശ്യമാണ് സിറിയയിലെ പ്രസിഡന്റ് പവറിലിരിക്കണം എന്നുള്ളത്. കാരണം ദ നോൺ എനിമി ഇസ് ബെറ്റർ ദാൻ അൺനോൺ എനിമി. ഇത് അറിയാവുന്ന ഒരു ജീവിയാണ് ഈ പ്രസിഡന്റ് ബഷാർ. അദ്ദേഹത്തിനും ഇസ്രയേലിനോട് വലിയ താല്പര്യമില്ലെങ്കിലും ഇസ്രയേൽ മുട്ടിയ ജയിക്കില്ലെന്ന് അറിയാം. അപ്പൊ അദ്ദേഹം മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോ എസ്കലേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് കൂടുതലും വരുന്നത് ഈ സുന്നി മിലിയേഷനെ പപ്പടാക്കാനുള്ള ഇതാണ്. അപ്പൊ ചിലപ്പോൾ ഭാഗ്യം കൊണ്ട്, നമ്മുടെ എല്ലാവരും ഭാഗ്യം കൊണ്ട്, ഈ സുന്നി മിലേഷ്യ കംപ്ലീറ്റ് ആയിട്ട് കടപൊഴുകി എറിയാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ 3 സിനാരിയോ നടക്കുന്നത്. എന്തായാലും ഇവിടെ നടക്കുന്ന എല്ലാ സിനാരിയോയും ജനുവരി 20 അവസാനിക്കണം, അല്ലെങ്കിൽ അവസാനിക്കും. ട്രംപ് വരുന്നാട്ട് മുമ്പ് അവസാനിക്കും. ട്രംപ് ഹമാസിനോട് പറഞ്ഞത് കേട്ടില്ലേ? എല്ലാ ഹോസ്റ്റേഴ്സിനും മടക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ പപ്പടാക്കെന്ന് പറഞ്ഞല്ലോ. നല്ലൊരു ചോദ്യമാണ്. ഇനി എന്ത് പപ്പടാക്കാനാണ് ഹമാസിനെ ഉള്ളതെന്ന് ചോദിക്കുന്നത്. പപ്പടാക്കാനുണ്ട്. കാരണം ഫണ്ട് ചെയ്യുന്ന ആൾക്കാരെ പപ്പടയ്ക്കാൻ മതി, രാജ്യത്തിനെ പപ്പടാക്കണ്ട. എന്ത് യുദ്ധം നടക്കണമെങ്കിലും അതിന് ഫണ്ടിങ് വേണം. ഈ ഫണ്ടിങ് വരുന്നുള്ള CIAക്കൊക്കെ ശരിക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ അവര് 1 by 1 ആയിട്ട് ഇവരെ എടുത്ത് തൂക്കി പപ്പടാക്കും. നമുക്ക് ജനറൽ പബ്ലിക്കിന് തോന്നും ഇനി ഗസയിലൊന്നും ബാക്കിയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ഇൻ റിയാലിറ്റി ഈ ഗസയിലെ പ്രോബ്ലം ഫണ്ട് ചെയ്യുന്ന ആൾക്കാരെ അമേരിക്ക ഇസ്രയേലിനോട് ചേർന്നിട്ട് പപ്പടാക്കും. ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. അതുകൊണ്ട് എന്തായാലും ജനുവരി 20 മുമ്പ് there will be a solution to Israel-Palestine war and Ukraine-Russia war. And Syria will not flare up. I don't think Syria will flare up. കാരണം സിറിയയിലെ എല്ലാവരുടെയും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ മാതിരി എല്ലാവരുടെയും മ്യൂച്വൽ ഗോളാണ് ഈ സുന്നി ഇസ്ലാമിസ്റ്റിനെ തകർക്കൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.